പാക് അധിനിവേശ കാശ്മീരിലെ പ്രക്ഷോഭം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ പുതിയ നടപടികളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കുള്ള ഭക്ഷണം തടഞ്ഞുകൊണ്ടും ഇന്ധനവും മരുന്നുകളും തടഞ്ഞുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് ആഴ്ത്തുകയാണ് പാക് ഭരണകൂടം. അതായത് ഈ പാകിസ്ഥാനിൽ നിന്ന് പോലും കൊണ്ടുവരുന്ന, ഇല്ലെങ്കിൽ അവിടുന്ന് ഈ POKയിലുള്ള ജനങ്ങൾ പാകിസ്ഥാനിൽ പോയി അവിടെ നിന്ന് കൊണ്ടുവരുന്ന മരുന്നും പെട്രോളും ഒക്കെ POKയുടെ അതിർത്തിയിൽ വെച്ച് തന്നെ പുറത്ത് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം അകത്തേക്ക് കടത്തിവിടുന്ന ഒരു നിഷ്ഠൂരമായ ഒരു രീതി കൂടി അവിടുത്തെ പട്ടാള ഭരണകൂടം ഇപ്പോൾ നടത്തുന്നു. ഒപ്പം തന്നെ പൂഞ്ച് സെക്ടർ, റാവൽകോട്ട, ബാഗ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം റോഡ് ഈ പട്ടാളം ഉപരോധിച്ചിരിക്കുകയാണ്. അതായത് പുറത്തുനിന്ന് ഭക്ഷണമോ വെള്ളമോ മരുന്നോ ഇവിടെ എത്തരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശമാണ് പാക് ഭരണകൂടം അവിടുത്തെ പട്ടാളത്തിന് നൽകിയിരിക്കുന്നത്. അതായത് വെടിവെപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടായാൽ ലോകശ്രദ്ധ ആകർഷിക്കും ഈ സമരം. അതുകൊണ്ട് അത്തരത്തിലുണ്ടാകാതെ ഈ വെള്ളവും ഒപ്പം തന്നെ വൈദ്യുതിയും മരുന്നുമൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഈ സമരം തകരുമെന്ന് അവർ കണക്ക് കൂട്ടും. ഇതിനിടയിൽ ഇവർക്ക് പിന്തുണയുമായി, സമരക്കാർക്ക് പിന്തുണയുമായി പാകിസ്ഥാൻ പാർട്ടിയായ തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടിയുടെ POK ഘടകം രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ JSCക്ക് പിന്തുണയുമായി തെഹ്രിക്ക് താലിബാൻ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, തെഹ്രിക്ക് താലിബാൻ കഴിഞ്ഞ കുറെ നാളുകളായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടം കൂടിയാണ് POK. അതിന്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ അവ പുതിയ ക്യാമ്പുകളും മറ്റും തുടങ്ങിയിരുന്നു. ഖൈബർ പഖ്തൂൺ മേഖലയ്ക്ക് വേണ്ടി പോരാടുന്നവരാണ് ഈ തെഹ്രിക്ക് താലിബാൻ. പാകിസ്ഥാൻ അവരെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. ആ ഒരു വിഭാഗത്തിന്റെ വലിയ പിന്തുണയാണ് ഇപ്പോൾ POKയിലെ ജനത്തിന് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ POKയിലെ ജനം കൂടുതൽ ഭക്ഷണവും മരുന്നും മറ്റും കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ ഈ അധിനിവേശ പ്രദേശത്ത് നിന്ന് അവർ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.